ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീരുക്കൾ നടത്തിയ ഭീകരത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മലയാളിയായ രാമചന്ദ്രനും ഈ ദാരുണമായ ഈ കൂട്ടക്കൊലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ കാര്യം. രാമചന്ദ്രനൊപ്പം ഭാര്യ ഷീല രാമചന്ദ്രൻ, മകൾ അമ്മുവിൻ്റെ 2 ഇരട്ടക്കുട്ടികൾ, 5 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികൾ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇടപ്പള്ളി മങ്ങാട്ട് നീരാഞ്ജനത്തിൽ നാരായണ മേനോൻ്റെ മകനാണ് രാമചന്ദ്രൻ. കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയായിരുന്നു കാശ്മീരിലേക്കുള്ള യാത്ര. മരണവിവരം നാട്ടിൽ അറിയിച്ചത് ചെറുമകളാണ്. ഇദ്ദേഹം ദീർഘകാലം അബുദാബിയിൽ ജോലിയിലായിരുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കേരളത്തിൽ ജോലി ചെയ്ത ഒരു നാവികസേന ഉദ്യോഗസ്ഥനുമുണ്ട്. അദ്ദേഹം കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേന ഉദ്യോഗസ്ഥൻ 26-കാരനായ ലഫ്റ്റനൻ്റ് വിനയ് നർവാളാണ് കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 16-നായിരുന്നു വിനയിൻ്റെ വിവാഹം. അതിനുശേഷം അവർ ജമ്മു കാശ്മീരിലേക്ക് യാത്രയായതാണ്. അവിടെ വെച്ചാണ് അദ്ദേഹത്തെയും ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ വിദ്വേഷ പ്രചാരണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് മാഹി മണ്ഡലം പ്രസിഡന്റ് രജിലേഷാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയത്. ഭരണം നിലനിർത്താൻ മനുഷ്യരെ ബലി കൊടുത്തതാണ് പഹൽഗാം സംഭവമെന്നായിരുന്നു പോസ്റ്റ്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുമോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. രജിലേഷ് എന്ന് പറയുന്ന മാഹിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുകയാണ്. നമ്മുടെ മലയാളി അടക്കമുള്ള 27 ആളുകളെയാണ് ഭീകരർ തോക്ക് ചൂണ്ടി മതം ചോദിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണം സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ നിരവധി ഭാരതീയരുടെ ജീവൻ നഷ്ടപ്പെട്ടു, വിദേശികൾ ഉൾപ്പെടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നാടൊന്നാകെ വേദനയിൽ നിൽക്കുന്ന സമയത്താണ് അതിലും വിദ്വേഷ പ്രചാരണവുമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാഹി പ്രസിഡന്റ് രജിലേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരമൊരു വിദ്വേഷ പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയത്. ഭരണം നിലനിർത്താൻ മനുഷ്യരെ ബലി കൊടുത്തതാണ് പഹൽഗാം സംഭവമെന്നാണ് രജിലേഷ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. വിനോദ് പറഞ്ഞ പോലെ തന്നെ സാമാന്യ ബോധമുള്ള ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായി ഉയരുന്നത്. ഈ രജിലേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ദൈവപ്രീതിക്കായി മൃഗം ബലി കൊടുക്കുന്നത് നമുക്കറിയാം, ഭരണം നിലനിർത്താൻ മനുഷ്യരെ ബലി കൊടുക്കുന്ന സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രജിലേഷ് ഇട്ടിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ BJP-യുടെ നേതൃത്വത്തിൽ രജിലേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വിനോദ് പറഞ്ഞതുപോലെ ആർക്കെങ്കിലും, മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളാണോ രജിലേഷ് ഉപയോഗിച്ചതെന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഈ അവസരം പോലും, അതായത് ഒരു നാടൊന്നാകെ വേദനിക്കുന്ന ഈ സമയത്ത് പോലും വിദ്വേഷ പ്രചരണം നടത്തുക എന്നൊരു നിലപാട്, അത് എന്തുതരം രാഷ്ട്രീയമാണ് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട രജിലേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും ഈ രജിലേഷ് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാവുന്നില്ല. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പും പടിവാതിക്കലെത്തി നിൽക്കുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ എങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നു? ഇനി അഥവാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലായിരുന്നുവെങ്കിൽ എന്തെല്ലാം അപവാദ പ്രചരണങ്ങളായിരുന്നു ഇത്തരത്തിൽ അഴിച്ചുവിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണത്തെ അത് ജാതിയും മതവും ഒന്നും നോക്കാതെ ശക്തമായി അപലപിച്ച് രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിലെ ചില പ്രാദേശിക നേതാക്കൾ ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത്. മാഹിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവിൻ്റെ വിദ്വേഷജനകമായ ഫേസ്ബുക്ക് പരാമർശങ്ങളാണ് മിഥുൻ പിള്ള വാർത്തയായി പങ്കുവച്ചത്.